ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വീഡിയോ തന്നെയാണ്. മുഴുവനായി എല്ലാവരും കാണുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ പ്രധാന വാർത്തകളാണ്, ചൂട് വാർത്തകൾ തന്നെയാണ്. ശ്വേതയും ദേവനും മത്സരിക്കും. ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ അൻസിബ ഹസൻ. പരസ്യപ്പോരിലേക്ക് നീങ്ങിയ തെരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് മുതിർന്ന താരങ്ങൾ ഇടപെട്ട. നടൻ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് അൻസിബയുടെ പരാതി. 2021 മുതൽ 2023 വരെ പല തവണ ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തന്നെ കാണാൻ വേടൻ കോഴിക്കോട്ടെ ഫ്ളാറ്റിലേക്ക് നേരിട്ടെത്തുകയും വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിൽ പ്രധാന വാർത്തകൾ തൊട്ട് അങ്ങോട്ട് പറയാം. എന്തായാലും ആ വാർത്തകളിലെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ പോലും മാറ്റിമറിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ്. അതായത് ആദ്യമായി വേടൻ എന്ന റാപ്പ് സിംഗർ, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്ന പീഡന കേസ്, അത് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതി ഡോക്ടർ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. അദ്ദേഹത്തിനുള്ള പരാതി, അദ്ദേഹം വളരെ കാലമായി പീഡിപ്പിച്ച്, വളരെ കാലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവർ തമ്മിൽ. അതുപോലെ തന്നെ ഇവർക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തികമായി വളരെയധികം വേടനെ സഹായിച്ചിരുന്നു എന്നും പറയുന്നു. എന്തായാലും വേടൻ ഇപ്പോൾ കുരുക്കിൽപ്പെടുകയാണ്. നിയമക്കുരുക്കുകൾ ഇനി ഉണ്ടായിരിക്കാം, അത് മുന്നോട്ട് കണ്ടറിയാം. അപ്പോൾ അദ്ദേഹം ധാരാളം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇങ്ങനെ ഒരു കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മറ്റ് പ്രധാന വാർത്തയിൽ പെടുന്നത് ഇപ്പോൾ അമ്മ എന്ന താരസംഘടന, അത് ഏകദേശം നിന്നു പോകുന്ന ഒരു കാലത്തേക്ക് വന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ അത് പുനഃസംഘടിപ്പിച്ച് വീണ്ടും അമ്മ എന്ന സംഘടനയെ സജീവമാക്കുവാൻ വേണ്ടി ഓഗസ്റ്റ് 10-ാം തീയതി അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് കൊച്ചിയിൽ നടക്കുകയാണ്. അതിൽ സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരുമെന്നറിയുന്നു. എന്തായാലും ഓഗസ്റ്റ് 15-ന് അമ്മയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിലേക്ക് ഭാരവാഹിത്വത്തിന് വേണ്ടിയിട്ടുള്ള അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. ആ തിരഞ്ഞെടുപ്പിലേക്ക് ശ്വേതാ മേനോൻ എന്ന വിഖ്യാത നടി, അവർ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നേരത്തെ കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവൻ എന്ന ഒരു പ്രശസ്തനായ നടൻ, മലയാളത്തിൻ്റെ വളരെ പഴക്കവും തഴക്കവും ചെന്ന നടൻ, വളരെ പക്വതയുള്ള ഒരു നടൻ, അദ്ദേഹം BJP എന്ന രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്നു ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനായി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. മത്സരമില്ലാതെ നടക്കുകയില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് പക്ഷത്ത് എത്ര പേർ ചേരും, ആരെ തിരഞ്ഞെടുക്കപ്പെടുമെന്നൊക്കെ കാത്തിരിക്കാം, നമുക്ക് അറിയാം. എന്തായാലും താരസംഘടന മുന്നോട്ട് പോകേണ്ട ആവശ്യം എല്ലാവർക്കും ഒരുപോലെ വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നു, വിളിച്ചുകൂട്ടി ദേവൻ എന്ന നടൻ, അതായത് അദ്ദേഹത്തിന് സംഘടന മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യത്തെ മുൻനിർത്തി മാത്രം അദ്ദേഹം നോമിനേഷൻ കൊടുത്തതാണ് എന്ന് പറയുന്നു. അതുപോലെ താരസംഘടന നിന്നു പോകാൻ പാടില്ല എന്ന് പറയുന്നു. പല പ്രശസ്തരായ വൻ താരങ്ങളൊക്കെ, അതായത് മമ്മൂട്ടി, മോഹൻലാൽ എന്നീ താരങ്ങളൊക്കെ അതിൽ നിന്ന് രാജിവെച്ച് പിൻവാങ്ങിയ ശേഷം അവസാനമായി ഉണ്ണി മുകുന്ദനും ട്രഷറർ സ്ഥാനത്ത് വന്നു. അപ്പം ഈ സംഘടനയെ വിവാദത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. സിദ്ദിഖ് ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു തീരുമാനം 10-ാം തീയതി താരസംഘടനയുടെ കൊച്ചിയിൽ നടക്കുന്ന മീറ്റിങ്ങിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മാസാമാസം താരങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഒരു കൈനീട്ടമായി ഒരു പെൻഷൻ, അമ്മ എന്ന താരസംഘടനയ്ക്ക് 8 കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ധാരാളം ചലച്ചിത്ര തൊഴിലാളികൾ, രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാസാമാസം കിട്ടുന്ന ഒരു കൈനീട്ടം പോലെ അമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന നിലച്ചു പോകാതിരിക്കുവാൻ തന്നെയാണ് ദേവൻ എന്ന ഈ നടൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ വീണ്ടും വന്ന് മത്സരിക്കുവാനും ഒക്കെ തീരുമാനിച്ചതെന്ന് പറയുന്നു. അപ്പോൾ പ്രശസ്ത താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും അതുപോലുള്ള പ്രശസ്ത താരങ്ങൾ, ബാബുരാജ്, അങ്ങനെയൊക്കെയുള്ളവർ പിന്മാറിയ സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് പോകേണ്ട ആവശ്യം ജനങ്ങളുടെ കൂടിയാണ്. ഇന്ന് ജനങ്ങൾ ആണ് ഈ താരങ്ങളെയൊക്കെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും സിനിമ എന്ന താരസംഘടന നിലനിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഭാവി നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞിരിക്കുന്നു, അവധിക്കാലം ഇനി മുതൽ സമ്മർ വെക്കേഷൻ ഉള്ളത് മാറ്റി മഴക്കാലത്ത്, പിന്നെ മൺസൂണിൽ സമയത്ത് അവധി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് അഭിപ്രായം എന്ന് എല്ലാ ഭാഗത്തു നിന്നും ആരാഞ്ഞതിന് ശേഷം അതിലൊരു ഉചിതമായ തീരുമാനമെടുക്കുവാനാണ് തീരുമാനം. എന്തായാലും മഴക്കാലത്ത് ധാരാളം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു.
കുട്ടികളെ സ്കൂളിലെത്തിക്കാനും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് മഴക്കാലത്താണ് ഇടിഞ്ഞു വീഴുന്നതും അതൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു വാസ്തവം തന്നെയാണ്. അപ്പോൾ അതിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ആ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്ന ആ ഒരു കാലാവസ്ഥയിൽ കുട്ടികൾ പഠിക്കാതിരിക്കുക തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. എന്തായാലും ഒന്നുകിൽ സ്കൂൾ കെട്ടിടങ്ങൾ പുതുക്കി പണിയുക, നന്നായിട്ട് പണിയുക, ഇല്ലെങ്കിൽ ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം അതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അധ്യയനം തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റായി. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. ജയ് ഭാരത് മാതാ.